Dear students, welcome. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുൻപുള്ള വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. എല്ലാ വീഡിയോസും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് പോർഷൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ബെൻഡർ ഹാസ് ട്രൈപോഡ് സ്റ്റാൻഡ്? ട്രൈപോഡ് സ്റ്റാൻഡുള്ള ബെൻഡർ ഏതാണ് എന്നാണ് ചോദ്യം. നമ്മളത് അതിൻ്റെ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ. ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ടായിരുന്ന ബെൻഡർ ഏതാണ്? അത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈപോഡ് സ്റ്റാൻഡ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് സ്പോട്ടിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണ്, പോർട്ടബിളാണ് അല്ലേ. കൊണ്ട് നടക്കുമ്പോഴാണ് ട്രൈപോഡ് ആവശ്യം വരിക. ക്യാമറ കൊണ്ട് നടക്കുമ്പോഴാണ് ട്രൈപോഡ് ആവശ്യം വരിക. ഒരു സ്ഥലത്ത് ഫിക്സഡ് ആണെങ്കിൽ ആവശ്യം വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ബെൻഡർ ഹാസ് റാം? ഓക്കെ, റാമുള്ള ബെൻഡിങ് മെഷീൻ ഏതാണ്? അത് ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീനാണ്. റാം എന്ന് പറയുന്നത് ഈ ഹൈഡ്രോളിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെക്കാനിസമാണ് റാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എവരി പൈപ്പ് ബെൻഡർ വിൽ ഹാവ്. എല്ലാ പൈപ്പ് ബെൻഡറിനും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്താണ്? ഇന്നർ ഫോർമർ. ഇന്നർ ഫോർമർ എന്ന് പറയുന്നത് നമ്മൾ അകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന റാ ഷേപ്പുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഇന്നർ ഫോമിൻ്റെ മുകളിലാണ് നമ്മൾ പൈപ്പ് ഫോമായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയമീറ്റർ നമ്മൾ ഇന്നർ ഫോമർ ചേഞ്ച് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എ ഡിവൈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ഇൻ എ ലൈൻ ഓഫ് പൈപ്പ്. ഒരു പൈപ്പ് ലൈനിൽ ലിക്വിഡിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേരെന്താണ്? വാൾവ്. ഫ്ലോ കൺട്രോൾ ചെയ്യാനാണ് ഫ്ലോ കൺട്രോൾ ദ ഫ്ലോ ഓർ റെഗുലേറ്റ് ഓർ കൺട്രോൾ ദ ഫ്ലോ അല്ലേ. റെഗുലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, വൈ ഗേറ്റ് വാൾവ് ഈസ് മോർ യൂസ്ഫുൾ ഇൻ ലാർജ് പൈപ്പ് ലൈൻസ്? വലിയ പൈപ്പ് ലൈനിൽ ഗേറ്റ് വാൾവ് കൂടുതലാകാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് അൺഒബ്സ്ട്രക്റ്റഡ് വാട്ടർ വേ. അൺഒബ്സ്ട്രക്റ്റഡ് വാട്ടർ വേ എന്ന് പറയുന്നത് ആ ഗേറ്റ് വാൾവ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന സമയത്ത് താഴെ ലൈനിനകത്ത് ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. ഈ ഗേറ്റ് വാൾവ് രണ്ട് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുക, ഫുള്ളി ക്ലോസ്ഡ് ഓർ ഫുള്ളി ഓപ്പൺ. ഓക്കെ, ഇത് വാൾവിൻ്റെ വീഡിയോസ് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് പൈപ്പ് ബെൻഡർ എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് നോൺ റിട്ടേൺ വാൾവ്? NRVയുടെ ഫങ്ഷൻ എന്താണ്? NRV നോൺ റിട്ടേൺ വാൾവ് എന്ന് കംപ്ലീറ്റ് എഴുതാതെ NRV എന്ന് മാത്രം വരാനും സാധ്യതയുണ്ട്. NRVയുടെ ഫങ്ഷൻ എന്താണ്? NRV ഇറ്റ് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസസ് ഓൺ വൺ വേ. ഒരു ദിശയിലേക്ക് മാത്രം വെള്ളത്തിൻ്റെയോ ഗ്യാസിൻ്റെയോ ഒഴുക്കിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് NRV യൂസ് ചെയ്യുന്നത്. ഇനി നെയിം 2 ടൈപ്സ് ഓഫ് ചെക്ക് വാൾവ്. 2 ടൈപ്പ് ചെക്ക് വാൾവുകൾ പറയുക. ചെക്ക് വാൾവ് എന്ന് പറയുന്നത് NRVയുടെ വേറൊരു പേരാണ് ചെക്ക് വാൾവ് എന്ന് പറയുന്നത്. അത് ടൈപ്സ് ഒന്ന് വരുന്നത് സ്വിങ് ചെക്ക് വാൾവും ആൻഡ് ബോൾ ടൈപ്പ് ചെക്ക് വാൾവും. ഇത് നമ്മൾ ആ വാൾവിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിഗേഴ്സൊക്കെ അവിടെ ഒന്ന് നോക്കുക, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ദ ഡിവൈസ് ഈസ് ആൻ ഓട്ടോമാറ്റിക് ഡിവൈസ് വിച്ച് അലോ വാട്ടർ ടു ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഒറ്റ ഡയറക്ഷനിൽ മാത്രം വെള്ളം കടത്തി വിടാൻ സഹായിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരെന്താ? സെയിം ചെക്ക് വാൾവാണ് അല്ലേ. ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഗ്ലോബ് വാൾവ്? ഗ്ലോബ് വാൾവിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു കൺട്രോൾ എയർ, സ്റ്റീം ആൻഡ് വാട്ടർ. എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബ് വാൾവ് യൂസ് ചെയ്യും. ഗ്ലോബ് വാൾവിനകത്ത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ, ഇപ്പോൾ സ്പീഡ് കൂട്ടുക കുറയ്ക്കുക. പക്ഷേ ഗേറ്റ് വാൾവിൽ അത് ചെയ്യാൻ പാടില്ല എന്നല്ല, പാടില്ല. ഇനി സ്റ്റേറ്റ് ദ മേജർ അഡ്വാൻറ്റേജസ് ഇൻ യൂസിങ് ഗ്ലോബ് വാൾവ്. ഗ്ലോബ് വാൾവ് ഉപയോഗിക്കുന്നതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? എന്താണ് ഗ്ലോബ് വാൾവ് ഉപയോഗിക്കുന്നതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ്? അതിനകത്ത് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പ്രിൻ്റ് ചെയ്തിട്ടില്ല ഞാൻ ആൻസർ. ഓക്കെ, അതിനകത്ത് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ പിന്നെ ഫ്ലോയിൽ റിട്ടേൺ ഫ്ലോ വരാതിരിക്കാനും ഗ്ലോബ് വാൾവ് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇതിൻ്റെ സ്ട്രോക്ക് കുറവാണ്. ഗേറ്റ് വാൾവിന് ഒരുപാട് ഹൈറ്റിലേക്ക് ഉയരുകയും
പൂട്ടാനും തുറക്കാനും വേണ്ടി ഒരുപാട് റൊട്ടേറ്റ് ചെയ്യണം. സ്ട്രോക്ക് കുറവും കൂടുതലും എന്നുള്ളൊരു കാറ്റഗറി കൂടി ഇതിനകത്ത് പറയാറുണ്ട്. പിന്നെ ഏറ്റവും ഷട്ട് ഓഫ് കപ്പാസിറ്റി കൂടിയ ടൈപ്പ് ഒരു വാൾവ് കൂടിയാണ് ഗ്ലോബ് വാൾവ്. ഓക്കെ, അടുത്തത് ദ സർഫസ് ജോയിനിങ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട്. ക്രസ്റ്റും റൂട്ടും ത്രെഡിൻ്റെ കേസിലേക്ക് വന്നു. ജോയിൻ ചെയ്യുന്ന ആ സർഫസിന് പറയുന്ന പേരെന്താണ്? ഫ്ലാങ്ക്. ആ ചെരിഞ്ഞ സർഫസാണ് ഉദ്ദേശിക്കുന്നത്. ക്രസ്റ്റ് മുകളിലും റൂട്ട് താഴെയും, ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സർഫസിൻ്റെ പേരാണ് ഫ്ലാങ്ക്. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്ലാങ്ക്സ് ഓഫ് അഡ്ജസൻറ്റ് ത്രെഡ്. രണ്ട് അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ ഫ്ലാങ്കുകൾ തമ്മിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ, അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ ഫ്ലാങ്ക്, ഈ ആംഗിളിന് പറയുന്ന പേര് എന്താണ്? അതിനാണ് ത്രെഡ് ആംഗിൾ എന്ന് പറയുക. ത്രെഡ് ആംഗിളിന് ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നു. 55, 45, 47.5 ഡിഗ്രിയൊക്കെ വരുന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ത്രെഡിനെ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റൂട്ട് ആൻഡ് ക്രസ്റ്റ് ഓഫ് എ ത്രെഡ്. റൂട്ടെയോ അല്ലെങ്കിൽ ക്രസ്റ്റിൻ്റെയോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, റൂട്ടിൻ്റെയും ക്രസ്റ്റിൻ്റെയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? എന്താണ്? ത്രെഡ് ഹൈറ്റ് അല്ലെങ്കിൽ ത്രെഡ് ഡെപ്ത്ത് അല്ലേ? ത്രെഡ് ഡെപ്ത്ത്. അപ്പോൾ ഈ ത്രെഡ് ഡെപ്ത്ത് വെച്ചിട്ട് നമ്മൾ പിച്ചൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു TDS ചെയ്ത പ്രോബ്ലത്തിൽ. TDS, ടാപ്പ് ഡ്രിൽ സൈസ്. അപ്പോൾ ടാപ്പ് ഡ്രിൽ സൈസ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആണ്, അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, റൊട്ടേഷണൽ മൗൾഡഡ് പോളിയെത്തിലീൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ഷാൾ കൺഫേം ടു. ഓക്കെ, റൊട്ടേഷണൽ മൗൾഡഡ്, നമ്മുടെ വീട്ടിലേക്കുള്ള പ്ലാസ്റ്റിക് ടാങ്ക് റൊട്ടേഷണൽ മൗൾഡഡ് ആണ്. അത് ഒരു സ്ഥലത്ത് മോൾട്ടൺ പ്ലാസ്റ്റിക് ഉരുക്കി വെച്ച് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പതുക്കെ കൂൾ ചെയ്തുണ്ടാക്കുന്നതാണ്. ആ ടൈപ്പ് ടാങ്കിൻ്റെ IS സ്റ്റാൻഡേർഡ് ഏതാണ്? IS 12701. IS 12701. IS നമ്പർ ഒത്തിരി ഉണ്ട്. അപ്പോൾ IS നമ്പറുകൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. നമുക്കൊരു ടേബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എവരി ഡാഷ് മന്ത്സ് പീരിയോഡിക്കലി ചെക്ക് ദ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. എപ്പോഴാണ് വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടത്? 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. അത് നമ്മളെ വാട്ടർ ടാങ്ക് ആണെങ്കിലും സർവീസ് ലൈൻ ആണെങ്കിലും ഒക്കെ ചെക്ക് ചെയ്യണം. സ്റ്റേറ്റ് ദ 3 ടൈപ്സ് ഓഫ് പൈപ്പ് ബെൻഡർ. 3 ടൈപ്പ് പൈപ്പ് ബെൻഡർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ്. 5 ടൈപ്പ് ഹാൻഡ് ഓപ്പറേറ്റഡ് ഉണ്ട്. ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീനും ഉണ്ട്. ഇത് 3 ടൈപ്പ്. പോർട്ടബിൾ ഉണ്ട്, 5 ടൈപ്പ് ആൻഡ് ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീൻ. വാട്ട് ഈസ് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് പൈപ്പ് ദാറ്റ് ക്യാൻ ബി ബെൻഡ് ഇൻ ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീൻ. ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീനകത്ത് വളക്കാൻ പറ്റുന്ന പൈപ്പിൻ്റെ മാക്സിമം ഡയമീറ്റർ എത്രയാണ്? 75 mm ആണ്. 75 mm. അടുത്ത ചോദ്യം. ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ് ഇൻ വൺ ഡയറക്ഷൻ ലിഫ്റ്റ് ദ ഡിസ്ക് ഇൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം അല്ലേ ഫ്ലോ കൊടുക്കുന്ന, അതിന് വേണ്ടിയിട്ട് ഡിസ്ക് പൊക്കുന്ന ആ ടൈപ്പ് വാൾവിൻ്റെ പേരെന്താണ്? സ്വിങ് ചെക്ക് വാൾവ്. നമ്മുടെ സ്വിങ് ചെക്ക് വാൾവ് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ഇതിങ്ങനെ റൈസ് ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് പ്രഷറായിട്ട് ഇത് ക്ലോസ് ചെയ്യും, വേറെ സൈഡിൽ നിന്നാണെങ്കിൽ ഇത് റൈസ് ചെയ്ത് കൊടുക്കും, ഓപ്പൺ ആയി കൊടുക്കും. അതാണ് NRVയിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് വാൾവിൻ്റെ വീഡിയോ നിർബന്ധമായിട്ടൊന്ന് കാണുക, ഇത് അറിയാത്തവരാണെങ്കിൽ കേട്ടോ. ഈ വാട്ടർ ഫ്ലോയിങ് ത്രൂ എ ടാപ്പ് ഓർ വാൾവ് ഈ സഡൻലി അറസ്റ്റഡ്, പെട്ടെന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ നോയ്സ് ലൈക്ക് ഹാമറിങ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ്. ഹാമറിങ് സൗണ്ട് കേൾക്കും. ആ ഹാമറിങ് സൗണ്ടിന് എന്താണ് പറയാറ്? വാട്ടർ ഹാമർ. ഈ വാട്ടർ ഹാമർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സർജ് ടാങ്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രഷർ റിലീഫ് വാൾവ് ഇൻസ്റ്റാൾഡ് എലോങ് വാട്ടർ മെയിൻസ് മേ ബി പ്രൊവൈഡഡ് ഫോർ റിലീവിങ്. ഈ പ്രഷർ റിലീഫ് വാൾവ്, വാട്ടർ ലൈനിൽ കൊടുക്കുന്ന പ്രഷർ റിലീഫ് വാൾവ് എന്തിനാണ് കൊടുക്കുന്നത്? അത് വാട്ടർ ഹാമർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അല്ലേ? വാട്ടർ ഹാമർ എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ഹാമർ പ്രഷർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ്. എങ്ങനെയൊക്കെ വാട്ടർ ഹാമർ കുറക്കാൻ പറ്റും? സ്ലോ ക്ലോസിങ് വാൾവ്, വാൾവുകൾ പെട്ടെന്ന് അടക്കാതിരുന്നു കഴിഞ്ഞാൽ വാട്ടർ ഹാമർ എഫക്റ്റ് കുറക്കാൻ വേണ്ടി സാധിക്കും. ഇതിനു മുമ്പ് ഇടുക്കിയിലൊരു ദുരന്തം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വാൾവ് ക്ലോസ് ചെയ്തതുകൊണ്ട് പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ദുരന്തം. അത് ഈ വാട്ടർ ഹാമർ എഫക്റ്റാണ്. അപ്പോൾ ഇത് വലിയ പൈപ്പിൻ്റെ കേസിൽ വരുമ്പോൾ ഭയങ്കര പ്രഷർ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ടു റിമൂവ് എയർ ലോക്ക് ഡാഷ് വാൾവ് ഈസ് യൂസ്ഡ്. എയർ ട്രാപ്ഡ് എയർ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാൾവിന് പേരെന്താണ്? എയർ വാൾവ്. വീട്ടിലെ വാട്ടർ സപ്ലൈ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു എയർ വാൾവ് കൊടുത്തിരിക്കുന്നതാണ്. ചിസ് എന്ന് പറഞ്ഞ സൗണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് എയർ പോകുന്നതാണ്. എയർ വാൾവ്സ് ആർ ഫിറ്റഡ് അറ്റ് എവിടെയാണ്
എയർ വാൾവ് ഫിറ്റ് ചെയ്യേണ്ടത്? സമ്മിറ്റ് പോയിൻ്റ് ഓഫ് പൈപ്പ് ലൈൻ, ആ ഉയർന്ന് കിടക്കുന്ന സ്ഥലത്തായിരിക്കില്ല, എയർ എപ്പോഴും എവിടെയാണ് വന്ന് കിടക്കുക, മുകളിൽ വന്ന് കിടക്കുക, അവിടെ ഫിറ്റ് ചെയ്യണം. ഇനി സ്കവർ വാൾവ്സ് ആർ പ്രൊവൈഡഡ്. സ്കവർ വാൾവ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്കവർ വാൾവ് നമ്മൾ മഡ് റിമൂവ് ചെയ്യാൻ, വേസ്റ്റ് വാട്ടർ റിമൂവ് ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നു. അത് ഏറ്റവും എൻഡ് ഓഫ് ദി പൈപ്പ് ലൈനിൽ ബോട്ടത്തിലാണ് സ്കവർ വാൾവ് കൊടുക്കുക. ടു ഡ്രെയിൻ ഔട്ട് ദ വേസ്റ്റ് വാട്ടർ ഒഴുക്കി കളയാൻ വേണ്ടിയിട്ട്. അതും വാൾവിൻ്റെ വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത്. എ ബ്ലോ ഓഫ് വാൾവ് ഈസ് പ്രൊവൈഡഡ് ഇൻ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്തിനാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എവിടെയാണ് ബ്ലോ ഓഫ് വാൾവ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലോ പോയിൻറ്റിലാണ് ബ്ലോ ഓഫ് വാൾവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലോ ഓഫ് വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി കളയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ സ്കോർ വാൾവ് പോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് ബ്ലോ ഓഫ് വാൾവ്. ഇഫ് ദ ഗ്ലോബ് വാൾവ് ബിഗിൻസ് ടു ലീക്ക് ബിറ്റ്വീൻ ദ പാക്കിംഗ് നട്ട് ആൻഡ് വാൾവ് സ്റ്റം. അപ്പോൾ വാൾവ് സ്റ്റമ്മിൻ്റെയും പാക്കിംഗ് നട്ടിൻ്റെ ഇടയിൽ ലീക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പാക്കിങ് മാറ്റി പുതിയ പാക്കിംഗ് ഇടണം. പാക്കിംഗ് ടു ബി റീപ്ലേസ്ഡ്. ഓക്കെ. എ വാൾവ് പെർമിറ്റ്സ് ആക്യുറേറ്റ് കൺട്രോൾ. ഓക്കെ, സോറി, ആ ക്വസ്റ്റ്യൻ മിസ്സിംഗ് ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റീസീറ്റിംഗ്? എന്താണ് റീസീറ്റിംഗ് എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റീസീറ്റിംഗ് എന്ന് പറയുന്നത് ടു ലെവൻ ആൻഡ് ക്ലീൻ ദ വാൾവ് സീറ്റ് ഏരിയ. ഇപ്പോൾ ഇത് റീസീറ്റ് ചെയ്യുന്നത് വാൾവുകൾ, വലിയ വാൾവിൻ്റെ കേസിലാണ് റീസീറ്റ് ചെയ്യേണ്ടി വരാറ്. അപ്പോൾ ക്ലോസിങ്ങിൻ്റെ ഇടയിൽ ലീക്കുകൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ആ സീറ്റിങ് നമ്മൾ ലെയ്ത്ത് വെച്ചിട്ട് മെഷീൻ ചെയ്തിട്ടത് ലെവൽ ചെയ്യും. അതിനാണ് ടു ലെവൽ ആൻഡ് ക്ലീൻ ദ വാൾവ് സീറ്റ് ഏരിയ. ലെവൽ ചെയ്ത എന്നിട്ട് വൃത്തിയാക്കുന്നതിനാണ് നമ്മളെന്ത് പറയുക, അതാണ് അതിൻ്റെ ഫങ്ഷൻ. അതാണ് റീസീറ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ. ഇനി വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് നീഡിൽ വാൾവ്? നീഡിൽ വാൾവിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത് ഫൈൻ കൺട്രോൾ ഓവർഫ്ലോ ആണ്. വളരെ മൈന്യൂട്ട് ഫ്ലോ വരെ കൺട്രോൾ ചെയ്യാൻ നീഡിൽ വാൾവിന് സാധിക്കും. നീഡിൽ വാൾവ് എപ്പോഴും അരേഞ്ച് സൈസായി നീഡിൽ വാൾവ് നോർമലി ഉണ്ടാവാറുള്ളൂ. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് പ്രഷർ റെഗുലേറ്റർ അല്ലെങ്കിൽ പ്രഷർ ഗേജുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും നീഡിൽ വാൾവ് യൂസ് ചെയ്യാറ്. അപ്പോൾ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് റിലീഫ് വാൾവ്? റിലീഫ് വാൾവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു റെഗുലേറ്റ് പ്രഷർ ഇൻ പൈപ്പ് ലൈൻ. റിലീഫ് അല്ലേ, പ്രഷർ റിലീഫ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രഷർ റിലീഫ് വാൾവ്, അതാണ് പ്രഷർ റിലീഫ് വാൾവ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. റിലീഫ് വാൾവിൻ്റെ പേരെന്താണ്? പ്രഷർ റിലീഫ് വാൾവാണ്. അപ്പോൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിലീഫ് വാൾവ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്പിൻഡിൽ ഓഫ് ഗേറ്റ് വാൾവ് റൊട്ടേറ്റ്സ് വിത്തൗട്ട് ക്ലോസിങ് ഡ്യൂ ടു. ക്ലോസ് ചെയ്യാതെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഗേറ്റ് വാൾവിന് ക്ലോസ് ആവുന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും കാരണം? ഇത് ത്രെഡഡ് അറേഞ്ച്മെൻ്റ് ആണ്. ആ ത്രെഡ് തേഞ്ഞു പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാൾവ് വിച്ച് അലോ ദ ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ്. ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ അലോ ചെയ്യുന്ന ആ ടൈപ്പ് വാൾവ് എന്താണ്? ഇറ്റ് ഈസ് എ റിഫ്ലെക്സ് വാൾവ് അല്ലേ? നമ്മുടെ NRV ചെക്ക് വാൾവ്, റിഫ്ലെക്സ് വാൾവ്. ഓക്കെ. അടുത്തത്, ദ വാൾവ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ വാട്ടർ ഡിസ്ട്രിബ്യൂട്ടിംഗ് പൈപ്സ് അറ്റ് സ്ട്രീറ്റ് കോർണേഴ്സ് ആൻഡ് പൈപ്പ് ജംഗ്ഷൻ ടു കൺട്രോൾ ദ ഫ്ലോ ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സ്ട്രീറ്റ് കോർണേഴ്സിലും അതേപോലെ മിഡിലും ജംഗ്ഷനുകളൊക്കെ നൽകിയിരിക്കുന്ന ആ വാൾവിൻ്റെ പേരെന്താണ്? വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് നൽകിയിരിക്കുന്ന വാൾവിൻ്റെ പേര് സ്ലൂയിസ് വാൾവാണ്. സ്ലൂയിസ് വാൾവിൻ്റെ കേസ് നമ്മൾ ഫയർ ഹൈഡ്രൻ്റ് പറഞ്ഞ സമയത്തും പറഞ്ഞിരുന്നു. ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എ ചെക്ക് വാൾവ് ഈസ് ഓൾസോ നോൺ ആസ് റിഫ്ലെക്സ് വാൾവ്. ചെക്ക് വാൾവിൻ്റെ വേറൊരു പേരാണ് റിഫ്ലെക്സ് വാൾവ്. ഇതേ ക്വസ്റ്റ്യനാണ് തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയത് അല്ലേ? ഇനി സ്ലൂയിസ് വാൾവ് ഈസ് ഓൾസോ നോൺ ആസ്. സ്ലൂയിസ് വാൾവിൻ്റെ വേറൊരു പേര് ഗേറ്റ് വാൾവ്. സ്ലൂയിസ് വാൾവ് ഓൾസോ നോൺ ആസ് ഗേറ്റ് വാൾവ്. ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇൻ വൺ ഡയറക്ഷൻ ലിഫ്റ്റ്സ് ദ ബോൾ ഇൻ. അപ്പോൾ ഈ ബോൾ ചെക്ക് വാൾവിനകത്ത് ആണ് ഒരു ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ബോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടാണ്. അത് ഏതിനകത്താണ് നടക്കുന്നതാണ്? അത് ബോൾ ചെക്ക് വാൾവിനകത്താണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം മതി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എനി കമൻറ്റ് പ്ലീസ് കമൻറ്റ് ഇറ്റ് ഓൺ and do watch other videos too. Okay, all the best.